നമുക്ക് ഒരു മാംഗോ പുഡിംഗ് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് നന്നായിട്ട് പഴുത്ത മാങ്ങ തൊലി കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മാങ്ങ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാറിൽ കട്ട് ചെയ്ത് വെച്ച മാങ്ങയും ആവശ്യത്തിന് പഞ്ചസാരയും പാലും ഒഴിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ വേണം ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. നല്ല സ്മൂത്ത് പേസ്റ്റ് ആവണം. മാങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു 1/4 കപ്പ് കോൺഫ്ലോറും 1/4 കപ്പ് പാലും കൂടെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ച മാങ്ങ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായിട്ട് ഇളക്കണം, അടിയിൽ പിടിക്കരുത്. പിന്നെ നല്ല തിള വരുന്നത് വരെ ഇളക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കേണ്ടത്. തിളച്ച് വരുമ്പോൾ കോൺഫ്ലോറും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പം ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായിട്ട് ഇളക്കണം. ലോ ഫ്ലെയിമിലും ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും ഈ കോൺഫ്ലോറൊക്കെ നന്നായിട്ട് വെന്ത് അത് നല്ല തിക്കായിട്ട് വരും. അതിൻ്റെ ടെക്സ്ചറൊക്കെ നല്ല കണക്ക് മാറും. അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ചൂടാറാൻ വെക്കാം. ചൂടാറി കഴിയുമ്പോൾ ഒരു ബൗളിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ നേരം വെക്കണം. ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലാണ് വെക്കേണ്ടത്. അതിനുശേഷം നമുക്കത് പുറത്തെടുത്ത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മാംഗോ പുഡിംഗ് റെഡി ആയിട്ടുണ്ടേ.